നമസ്കാരം. സംസ്ഥാന ഭരണത്തിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശനും പ്രതിപക്ഷവും തമ്മിലുള്ള രാഷ്ട്രീയ പോർ ഇപ്പോൾ പുതിയൊരു തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വി.ഡി. സതീശൻ ഭരണ നേതൃത്വത്തിലേക്ക് എത്തിയ നാൾ മുതൽ അദ്ദേഹത്തിൻ്റെ സർക്കാരിനെയും വ്യക്തിപരമായ പ്രതിച്ഛായയും ലക്ഷ്യമിട്ടുകൊണ്ട് പ്രതിപക്ഷം വലിയ തോതിലുള്ള തെറ്റായ പ്രചരണങ്ങളാണ് അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി നടത്തുന്ന വാർത്താ സമ്മേളനങ്ങൾ മുഴുവൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും കളവുകൾ പ്രചരിപ്പിക്കാനും മാത്രമുള്ളതാണെന്ന ഗുരുതര ആരോപണവുമായാണ് പ്രതിപക്ഷം രംഗത്ത് വന്നത്. എന്നാൽ ഇത്തരം വൻ ആരോപണങ്ങളെയൊക്കെ തികച്ചും ശാന്തമായി, അതേസമയം രാഷ്ട്രീയമായി ഏറെ മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് പ്രതിരോധിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. തനിക്കെതിരെ ഉയരുന്ന ഈ വ്യാജ പ്രചരണങ്ങൾക്കൊന്നും സർക്കാരിൻ്റെ പ്രവർത്തന വേഗത കുറയ്ക്കാനോ ജനമനസ്സുകളിൽ സംശയം വിതയ്ക്കാനോ കഴിയില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് തനിക്കെതിരെ എതിരാളികൾ അഴിച്ചുവിട്ട അതേ അപവാദ പ്രചരണങ്ങളുടെ തുടർച്ച തന്നെയാണ് ഇപ്പോഴും സംഭവിക്കുന്നതെന്നും മുഖ്യമന്ത്രി പരസ്യമായി വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിന് മുൻപുള്ള 6 മാസക്കാലം തനിക്കെതിരെ നിരന്തരം വ്യക്തിഹത്യയും വ്യാജ പ്രചരണങ്ങളും നടന്നിട്ടും അതിനെയെല്ലാം അതിജീവിച്ച് വലിയ ജനപിന്തുണയോടുകൂടി അധികാരത്തിലെത്താൻ തനിക്ക് സാധിച്ച കാര്യം അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അന്ന് ആ വ്യാജ പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകിയവരെയും സോഷ്യൽ മീഡിയ വഴി കളവുകൾ പ്രചരിപ്പിച്ചവരെയും കുറിച്ച് താൻ ആശങ്കപ്പെട്ടിരുന്നില്ലെന്നും അത് സർക്കാരിന് കൂടുതൽ ഗുണം ചെയ്യുമെന്ന ആത്മവിശ്വാസമാണ് തനിക്കുണ്ടായിരുന്നതെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടിട്ടും പ്രതിപക്ഷം ഇന്നും അതേ പഴയ തന്ത്രങ്ങൾ തന്നെ തുടരുന്നതിൽ തനിക്ക് അത്ഭുതമില്ലെന്നും അവർ അത്തരം പ്രചരണങ്ങളുമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്നുമാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. കേരളത്തിലെ ജനങ്ങൾ ഏത് പ്രചാരണത്തെയാണ് വിശ്വസിക്കേണ്ടതെന്നും ഏതിനെയാണ് തള്ളിക്കളയേണ്ടതെന്നും വ്യക്തമായ ബോധ്യമുള്ളവരാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ചരിത്രപരമായിട്ടുള്ള വിധിയിലൂടെ തന്നെ ജനങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ എല്ലാ വ്യാജ പ്രചരണങ്ങൾക്കും കൃത്യവും വായടപ്പിക്കുന്നതുമായിട്ടുള്ള മറുപടി നൽകി കഴിഞ്ഞതാണ്. വ്യക്തിപരമായ വിവാദങ്ങൾ ഉണ്ടാക്കി സർക്കാരിൻ്റെ വികസന നയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാമെന്ന് പ്രതിപക്ഷം കരുതുന്നുണ്ടെങ്കിൽ അത് വെറും വ്യാമോഹം മാത്രമാണ്. കൊച്ചി സന്ദർശനവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തുന്ന പുതിയ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഇതിനോടകം തന്നെ കൃത്യമായ വ്യക്തത നൽകിയിട്ടുണ്ടെന്നും ഈ വിഷയത്തിൽ ഇനി കൂടുതൽ വിശദീകരണങ്ങളുടെ ആവശ്യമില്ലെന്നും അദ്ദേഹം വിരൽ ചൂണ്ടി. സുതാര്യമായ ഭരണമാണ് തൻ്റെ ലക്ഷ്യമെന്നും ജനങ്ങൾക്ക് മുന്നിൽ ഒളിച്ചു വയ്ക്കാൻ ഒന്നുമില്ലെന്നും അദ്ദേഹം ആവർത്തിച്ചു. അതേസമയം സംസ്ഥാനത്തെ നിലവിലെ രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിലും വിഴിഞ്ഞം മുതലപ്പുഴയിലുണ്ടായ ദാരുണമായിട്ടുള്ള അപകടവും കാണാതായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾക്കായിട്ടുള്ള തെരച്ചിലുമൊക്കെ ഭരണകൂടത്തിൻ്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രമായി മാറിയിട്ടുണ്ട്. കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തുന്നതിൽ വീഴ്ച പറ്റി എന്ന രീതിയിൽ ഉയർന്നു വരുന്ന വിമർശനങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിലുണ്ട്. എന്നാൽ അപകട വിവരം അറിഞ്ഞ സമയം മുതൽ തന്നെ സാധ്യമായ എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും സർക്കാർ ഏകോപിപ്പിക്കുന്നുണ്ടെന്നാണ് ഔദ്യോഗിക കേന്ദ്രങ്ങളൊക്കെ തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ദുരന്തമുഖത്ത് ജനങ്ങൾ അനുഭവിക്കുന്ന മാനസിക വിഷമങ്ങളും കുടുംബാംഗങ്ങളുടെ വേദനയും തികച്ചും ന്യായമാണെന്നും അതിനെ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കുന്നത് ശരിയല്ലെന്നുമുള്ള നിലപാടാണ് ഭരണകൂടം സ്വീകരിക്കുന്നത്. കാണാതായവർക്കായിട്ട് സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് തെരച്ചിൽ ഊർജിതമാക്കി ഇപ്പോൾ മുന്നോട്ട് പോകുന്നു. നിലവിൽ മറൈൻ എൻഫോഴ്സ്മെൻറ്റിൻ്റെയും കോസ്റ്റ് ഗാർഡിൻ്റെയും അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ആഴക്കടലിൽ ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുന്നത്. നാവികസേനയുടെ ഹെലികോപ്റ്ററുകളും കോസ്റ്റ് ഗാർഡിൻ്റെ പ്രത്യേക കപ്പലുകളും ആകാശ നിരീക്ഷണത്തിനായിട്ട് ചെറുവിമാനങ്ങളും പ്രദേശത്ത് സജീവമായിട്ട് രംഗത്തുണ്ട്. കാറ്റിൻ്റെയും കടലൊഴുക്കിൻ്റെയും ദിശ കണക്കിലെടുത്ത് തമിഴ്നാട്ടിലെ കുളച്ചൽ വരെയുള്ള ആഴക്കടൽ മേഖലകളിലേക്ക് തിരച്ചിൽ വ്യാപിപ്പിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം സ്റ്റേഷൻ കമാൻഡറുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഏകോപിപ്പിക്കുന്നത്. എല്ലാ സംവിധാനങ്ങളും സജ്ജമാക്കി രാത്രിയും പകലും തിരച്ചിൽ നടത്തുന്നുണ്ടെങ്കിലും കാണാതായവരെ ഇതുവരെ കണ്ടെത്താൻ സാധിക്കാത്തത് വലിയൊരു സങ്കടമായി അവശേഷിക്കുകയാണ്. ദുരന്തത്തിൽപ്പെട്ട കുടുംബാംഗങ്ങളെയും തീരദേശവാസികളെയും ആശ്വസിപ്പിക്കുന്നതിലും അവർക്കൊപ്പം നിലനിൽക്കുന്നതിലും ജനപ്രതിനിധികളും സർക്കാരും പ്രതിജ്ഞാബദ്ധരാണ്. ഇത്തരം അപകടകരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ വൻതോതിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുക സ്വാഭാവികമാണ്. എന്നാൽ വകുപ്പ് മന്ത്രിയോ മറ്റ് അധികാരികളോ സംഭവ സ്ഥലത്ത് നേരിട്ടെത്തിയില്ല എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ കുടുംബത്തിൻ്റെ വിഷമം കൊണ്ടുള്ളതാണെന്ന് കണ്ടാൽ മതിയാകും. തീരദേശ മേഖലകളിലെ ജനങ്ങളുടെ സംരക്ഷണം സർക്കാരിൻ്റെ പ്രാഥമിക ചുമതലയാണെന്നും കാണാതായവരെ കണ്ടെത്തുന്നത് വരെ ഒരു തരത്തിലുമുള്ള തിരച്ചിൽ പ്രവർത്തനങ്ങളും നിർത്തിവെക്കില്ലെന്നും അധികൃതർ ആവർത്തിച്ച് വ്യക്തമാക്കും. റെസ്ക്യൂ ടീമിൻ്റെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തി മത്സ്യത്തൊഴിലാളികളെയൊക്കെ തന്നെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്.